UDF-ലെ രണ്ടാം കക്ഷി എന്ന നിലയിലുള്ള പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ലീഗിന് വേണമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്. അർഹിച്ച പ്രാതിനിധ്യം ലീഗിന് ചോദിക്കാതെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കും. മലപ്പുറത്ത് UDF-ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലെന്നും അബ്ദുൽ ഹമീദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മീഡിയ വണ്ണപ്പം ചേരുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ എന്ന് നമുക്ക് പറയാം. അക്ഷമനായുള്ള ഒരു കാത്തിരിപ്പാണ്. അവസാനവട്ടം എങ്ങനെയാണ് പ്രതീക്ഷ? അല്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഈ എക്സിറ്റ് പോളൊക്കെ പറഞ്ഞല്ലോ, UDF എന്തായാലും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത്. ഒരു UDF തരംഗം മൊത്തത്തിൽ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ ചെലുത്തുന്ന അല്ലെങ്കിൽ ശക്തമായ മത്സരം നടക്കുന്നതെന്ന് പറയുന്നത് ഈ തവനൂർ, പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പം തിരൂരും ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ആ ഒരു മുന്നേറ്റം ആ നിലയിൽ തന്നെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇവിടെ പൊന്നാനിയിൽ നൌഷാദ് അലി നല്ല വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തവനൂർ KT ജലീൽ പരാജയപ്പെടും. യാതൊരു സംശയ അക്കാര്യത്തിൽ വേണ്ട. പിന്നെ തിരൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. താനൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. തവണ തിരിച്ചു പിടിക്കും തീർച്ചയായിട്ടും. ഒരു 10-20,000 വോട്ടിന്റെ അടുത്തൊക്കെ ഭൂരിപക്ഷത്തിന് ഞങ്ങളുടെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസ് ജയിക്കാൻ സാധ്യതയുണ്ട്. ഈ 27 സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. എത്ര സീറ്റുകളിൽ നേടിയെടുക്കാൻ? ഞങ്ങൾക്ക് കിട്ടിയ കണക്കുപ്രകാരം ഞങ്ങൾ എന്തെന്നെ 24 സീറ്റ് ഞങ്ങൾ എന്തായാലും ജയിക്കും പൂർണ്ണമായിട്ടും. മറ്റ് 3 ജയിക്കുന്നതിന് നല്ല ടൈറ്റ് പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ 24 സീറ്റ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഷുവറാണ്. അത് ഞങ്ങൾ ജയിച്ചിരിക്കും. മുസ്ലിം ലീഗ് പിന്നെ UDF-ലെ വളരെ പ്രബലമായ ഒരു കക്ഷിയാണ്. പിന്നെ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്ത് വരുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിനെ പിന്നെ എല്ലാ നിലയിലുള്ള